ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം ചർച്ച ചെയ്യുവാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. സാധാരണയായി കരിയർ ഗൈഡൻസും ഓപ്പർച്യൂണിറ്റികളും മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാറുള്ളൂ. ഇന്ന് അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ മാതാപിതാക്കൾ നിർബന്ധമായും കേൾക്കണം. നിങ്ങൾക്ക് ഈ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇത് എത്തിക്കണം. പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ നിർബന്ധമായും ഇത് എത്തിക്കേണ്ടതുണ്ട്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. പ്രസ്താവന ഏതാണ്ട് ഇപ്രകാരമാണ്. അതായത്, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി 25% സിലബസ് കുറയ്ക്കും. ഞാൻ ആവർത്തിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടെ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അവരുടെ പഠനത്തിൽ നിന്നും ഓരോ വിഷയത്തിൽ നിന്നും 25% കുറയ്ക്കും. കേൾക്കുമ്പോൾ വളരെ കൈയടിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ ബാഗും തൂക്കി കുഞ്ഞുങ്ങൾ കൊണ്ടുപോകണ്ടേ എന്ന ചിന്ത നമ്മൾക്കുണ്ട്. പക്ഷേ ഒരല്പം സമയം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ഏത് വശത്തേക്ക് ചിന്തിക്കണമെന്ന് ഞാൻ പറയാം. എല്ലാ ക്ലാസ്സുകളിലെയുമാണ് സിലബസ് കുറയ്ക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ഞാൻ അതിന് തൽക്കാലം 7, 8, 9, 10 ക്ലാസ്സുകളിലെ സിലബസ് കുറച്ചാൽ വരുന്ന അപകടം മാത്രം പറയാം. 7ാം ക്ലാസ്സിലെ സിലബസിൽ ആർഗ്യുമെന്റിന് ഞാൻ പറയുന്നത്, മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 പോർഷൻസ് മാത്തമാറ്റിക്സിലുള്ളത് സപ്പോസ് നമ്മൾ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് വെക്കുക. അപ്പൊ ഈ 4 പോർഷനിലെ 25% സിലബസ് കുറയ്ക്കുമ്പോൾ 4ാമത്തെ പോർഷൻ അവിടെ ഒന്ന് മാറും. അതായത് ഡിവിഷൻ. പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് 8ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യും. 8ാം ക്ലാസ്സിലേക്ക് ഇത് പോകുമ്പോൾ ഈ പോയതിന്റെ 25ഉം അവിടുത്തെ 25ഉം കൂടെ കൂടി 8ാം ക്ലാസ്സിൽ നിന്നും 50% സിലബസ് നമുക്ക് പഠിപ്പിക്കാൻ ഒക്കാതെ വരും. ഇപ്പോൾ നിലനിൽക്കുന്നത് ആ 50% സിലബസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് 9ാം ക്ലാസ്സിലേക്കായിരിക്കും. 9ാം ക്ലാസ്സിൽ ഈ 50% കൂടെ വരുമ്പോൾ, 9ാം ക്ലാസ്സിലെ 25 കട്ടിങ് കൂടെ വരുമ്പോൾ 75% സിലബസും 9ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലേക്ക് നീങ്ങും. 10ാം ക്ലാസ്സിന്റെ അവസ്ഥ, 10ാം ക്ലാസ്സിൽ ഇപ്പോൾ നടക്കുന്ന സിലബസ് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് 9ാം ക്ലാസ്സിൽ നിന്നും കൊണ്ടുവന്ന സിലബസ് പഠിപ്പിക്കും. ഒരു പക്ഷേ അത്രയൊക്കെ പഠിച്ചാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് ചിന്തിച്ചാൽ വളരെ നല്ലതാണ്. കാരണം അവർക്ക് ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിൽ 11, 12 പഠിക്കാം, മുന്നോട്ട് പോകാം. ശരി തന്നെയാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ കുഞ്ഞുങ്ങൾ സാധാരണ നിലയിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ എഞ്ചിനീയറിംഗിന് പോകും, അല്ലെങ്കിൽ മെഡിക്കലിന് പോകും, അല്ലെങ്കിൽ ക്ലാറ്റ് എഴുതും. ഇത് ആർട്സ് സയൻസോ മറ്റുള്ള ഹയർ എഡ്യൂക്കേഷൻ ആണ് ആഗ്രഹമെങ്കിൽ CUET എന്ന് പറയുന്ന എക്സാമിനേഷൻ, അതായത് കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതിയിട്ട് ഇന്ത്യയിലെ പ്രഗത്ഭമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളോ ഡൽഹി യൂണിവേഴ്സിറ്റി, JNU തുടങ്ങിയ വലിയ സർവകലാശാലയിലോ പോകാനുള്ള ശ്രമം നടക്കും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, അവിടെ എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് NCERT സിലബസിൽ അവർ പഠിച്ച ഭാഗങ്ങളായിരിക്കും. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മളുടെ സിലബസിൽ നിന്നും അവർ പഠനം 10ാം ക്ലാസ്സിലെ മുഴുവൻ അങ്ങ് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ദേശീയതല മുഴുവൻ പരീക്ഷകളിലും, ഇത് എൻട്രൻസിലെ മെഡിക്കലും എഞ്ചിനീയറിംഗും മാത്രമല്ല, മുഴുവൻ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും ഒരു സംശയവും വേണ്ട, നമ്മളുടെ കുഞ്ഞുങ്ങൾ തുടച്ച് നീക്കപ്പെടും. ഇത് വേണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവരുടെ പുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി സിലബസ് 25% വരെ നിർത്തിയതാണ്. ഇനി 1ാം ക്ലാസ് തൊട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോഴേക്കും 8, 9, 10 ഒന്നും പഠിക്കില്ല. 6, 7 ഒക്കെ പഠിക്കാനേ പെർസെന്റേജ് ഷിഫ്റ്റിംഗിൽ അറിയുള്ളൂ. എക്സാക്ട്ലി ഇത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതാണ്ടൊക്കെ ഇതുപോലുള്ള അപകടം സംഭവിക്കും. ഇതുപോലുള്ള അപകടം സംഭവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മെയിൻ സ്ട്രീമിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. ഇനി നമുക്ക് വേറെ നോക്കാം. UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ, IAS, IPS തുടങ്ങിയ തസ്തികകളിലേക്കുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതിന്റെ സിലബസ് അവർ പറയുന്നത് എന്താണ്? NCERT സിലബസിനെ അടിസ്ഥാനമാക്കി പഠിക്കണമെന്നാണ്
ഈ മേഖലയിലുള്ള മുഴുവൻ വിദഗ്ധരും പറയുന്നത്. അപ്പോൾ സാധാരണ എനിക്കറിയാം, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആദ്യ പാഠം ചെയ്യുന്നത് അവരുടെ 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിച്ച പുസ്തകങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു ശീലമാണ്. പഠിക്കുന്നത് മാത്രമേ ആഴത്തിൽ പഠിക്കാനൊക്കെ ഉള്ളൂ. പഠിച്ചില്ലെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കട്ടെ, റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി തസ്തിക, അതായത് പിയൂണിന്റെ പോസ്റ്റ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? 10ാം ക്ലാസ് പഠിച്ചെടുക്കുക, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എക്സാമിനേഷൻ ഏതാണ്? 10ാം ക്ലാസ്സിൽ NCERT സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ സിലബസ് മൊത്തം വെട്ടിക്കുറച്ചിട്ട് അവർ പഠിച്ചിട്ടില്ല. ഫലം വരാൻ പോകുന്നത് ഗവൺമെന്റ് സെക്ടറുകളിലുള്ള ജോലികളിൽ നിന്നും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാനുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ലോ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നും മറ്റ് പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്നും അവരറിയാതെ തുടച്ചു മാറ്റപ്പെടും. ഒരു സംശയവും വേണ്ട. വളരെ അല്പം ഗൗരവമായി നമ്മൾ ചിന്തിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇത് മാത്രമാണ്. ആകെ ഒരു ആഗ്രഹം, ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് നടപ്പാക്കാൻ സാധ്യതയില്ല എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമ്മൾ നിശബ്ദരായിക്കൂടാം. കാരണം നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് ഒരു ചെറിയ അപകടമുണ്ട്. ഞാൻ ആ മേഖലയിൽ ആയതുകൊണ്ട് പറയുക. എന്താണ് ഞങ്ങൾക്കുള്ള കുഴപ്പമെന്നറിയാമോ? സാധാരണ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നേതൃത്വത്തിനെ ഉപദേശിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. പക്ഷെ നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ ചെയ്തു വരുന്നത് പൊളിറ്റിക്കൽ നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. കാരണം നടപ്പാക്കിയില്ലെങ്കിൽ അപ്രീതി സംഭവിക്കും എന്നൊരു ചിന്തയുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ കരിക്കുലം കമ്മിറ്റിയോ വിദ്യാഭ്യാസ വിദഗ്ധരോ ഇതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത് എന്താണെന്ന് അറിയാമോ? ഒരുപക്ഷെ പറഞ്ഞാൽ കരിക്കുലം കമ്മിറ്റിയിൽ നിന്നോ വിദ്യാഭ്യാസ വിദഗ്ധരെന്ന ലേബലിൽ നിന്നോ അവർ മാറ്റപ്പെടുമെന്ന വ്യക്തിപരമായ ഭയം കൊണ്ടാണ് എന്ന് ഞാൻ പേടിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മളുടെ അധ്യാപകരോ നമ്മളുടെ മീഡിയയോ ഇതൊന്നും ചർച്ച ചെയ്തില്ല. നമ്മുടെയൊക്കെ ചർച്ചകൾ നോക്കിയാൽ എപ്പോഴും ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ചർച്ച സത്യത്തിൽ നമ്മൾ വളരെ കുറച്ചു മാത്രമേ ചെയ്യാറുള്ളൂ. മറ്റ് ചർച്ചകൾക്ക് നമുക്ക് അനവധി സബ്ജക്റ്റുകൾ കിട്ടുന്നത് കൊണ്ട് നമ്മളുടെ ചർച്ചകൾ ഇതിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇത് ചർച്ച ചെയ്യണം. എനിക്ക് അനേകം അധ്യാപക സുഹൃത്തുക്കളുണ്ട്. അവരോട് എനിക്ക് പറയുവാനുള്ളത് ഇത് ചർച്ച ചെയ്യണം. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്കിത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം എനിക്ക് സ്വയം ഒന്ന് തിരുത്തുവാൻ വേണ്ടിയാണ്. എങ്ങനെയൊക്കെ ആലോചിച്ചാലും നമ്മളുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ അങ്ങനെയൊന്നും മാറ്റപ്പെടത്തില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. സംഭവിക്കാൻ പോകുന്നത് നമ്മളുടെ മാതാപിതാക്കൾക്ക് ഈ അപകടം മനസ്സിലാക്കുകയും നമ്മുടെ മാതാപിതാക്കൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അവരുടെ കുഞ്ഞുങ്ങളെ സ്റ്റേറ്റ് സിലബസിൽ നിന്നും സേഫ് ആയിട്ട് CBSE സിലബസിലേക്ക് മാറ്റും. ഇപ്പോൾ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആയിട്ട് CBSE സിലബസ് ആണ് കുറച്ചുകൂടെ നല്ലത് എന്ന് കണ്ടുകൊണ്ട് മാറ്റപ്പെടുന്ന CBSEയിലേക്ക് മാറ്റുന്ന അനേകം മാതാപിതാക്കളെ എനിക്കറിയാം. ഇത് വളരെ നേരത്തെ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ കേരള സിലബസ് ഫോളോ ചെയ്യുന്ന ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികളെ ഇപ്പോൾ തന്നെ കിട്ടാതായിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടെ കിട്ടാതെ വരും. ഇതാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇതല്ല ഉദ്ദേശമെങ്കിൽ ഇതിൽ വരുന്ന ഏറ്റവും വലിയ അപകടം CBSE വിദ്യാഭ്യാസം താങ്ങാൻ പറ്റാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ സിലബസിൽ പഠിക്കും, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടും, ഒരു മാർഗവും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ നമ്മൾ ഇപ്പോൾ വളം വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒരു അനുഭവം ഡൽഹിയിലെ കൂടി പറയാം. ഡൽഹിയിൽ 5 or 6 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ നടക്കുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് നമ്മളുടെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിരുന്ന കുട്ടികൾ അനേകം കുഞ്ഞുങ്ങൾക്ക് ഈ 1200 1200 മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ കിട്ടുന്ന വളരെ ഉന്നതമായ മാർക്ക് ലഭിക്കുന്നുണ്ട്. ഇവരൊക്കെ ആപ്ലിക്കന്റ് ആകുമ്പോൾ സാധാരണ എനിക്കറിയാം അഡ്മിഷൻ സമയത്ത് ഡൽഹിയിലെ വളരെ പ്രഗത്ഭമായ കോളേജുകളായ നമ്മുടെ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലോ ശ്രീറാം കോളേജിലോ ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 98%, 99% ആയിരുന്നു. BComന്റെയും BA എക്കണോമിക്സിന്റെയുമാണ് ഞാൻ ഈ പറയുന്നത്.
കട്ട് ഓഫ് 98.5 അല്ലെങ്കിൽ 99, കാരണം അത്രയും മാർക്ക് മേടിച്ചവരാണ്. അവിടെ എത്തുന്നത് പലപ്പോഴും CBSEയിലെ കുട്ടികൾ ഇതിൽ നിന്നും ഔട്ടായി പോകുന്ന ഒരവസ്ഥ വരികയും ഇത് വലിയൊരു ചർച്ചയാവുകയും ചെയ്തു. 4-5 വർഷത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവർക്ക് ഇത് ഓർമ്മയുണ്ടാവും. ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് ഇതുപോലെയുള്ള ചില സ്റ്റേറ്റിൽ കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുമ്പോൾ മാർക്ക് കൂടുതൽ ലഭിക്കുകയും അതനുസരിച്ച് അവർ കൂടുതൽ എത്തുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. അവരെന്താ പ്രതിവിധി കണ്ടെന്നറിയാമോ? വളരെ സിമ്പിളായ പ്രതിവിധി. അവിടെ ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് CUET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി CUET ഫോളോ ചെയ്യുന്നത് NCERT സിലബസ് ആണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേറ്റ് സിലബസിലെ 25% കട്ടുമായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അവർ ആ പിക്ചറിലെ ഇല്ലാതെ വരും. വീണ്ടും ഞാൻ സീരിയസ് ആയി പറയുന്നു, നമ്മളുടെ ഒരു തലമുറയെ വിദ്യാഭ്യാസ പുസ്തകങ്ങളുടെ ഭാരത്തിന്റെ കാരണത്തിൽ തുടച്ച് മാറ്റപ്പെടരുത്. ഒരനുഭവം കൂടി പറഞ്ഞു നിർത്തിയേക്കാം. എൻ്റെ മക്കൾ പഠിക്കുന്ന കാലത്തും ഈ പുസ്തകത്തിന് നല്ല ഭാരമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിന്റെയും ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പുസ്തകത്തിന് വളരെ ഭാരമുള്ള പുസ്തകങ്ങളായിരുന്നു. 300-350 പേജൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ ബാഗിൽ ഭാരം കൂടുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്തത് അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ പോയി ഇതിനെ അങ്ങ് കട്ട് ചെയ്തു. 2-3 ഞങ്ങൾ ബൈൻഡ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ടേമിൽ ആദ്യത്തെ പോർഷൻ കൊടുത്തുവിടും, രണ്ടാമത്തെ ടേബിൾ രണ്ടാമത്തെ പോർഷൻ കൊടുത്തുവിടും. അവർക്ക് ഭാരവും കുറയും. ഇത് ഞങ്ങളെ പോലുള്ള ചില മാതാപിതാക്കൾ ചെയ്ത ഒരു മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. സിലബസ് കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് മറ്റ് പല മാർഗങ്ങളുമുണ്ട് പുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുവാൻ. വിദ്യാഭ്യാസ മേഖലയിലെ തീരുമാനങ്ങൾ നടത്തേണ്ടവർ, ഇതിനെപ്പറ്റി പഠിക്കേണ്ടവർ നിഷ്പക്ഷമായി പഠിക്കണം. രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നത് ചിന്തിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം. ഞാൻ 100% NCERT സെൽഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരമാണ് നടക്കുന്നത്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും നമ്മുടെ ഒരു തലമുറയെ മുഴുവൻ തുടച്ചു നീക്കുവാൻ പര്യാപ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇത് മുഴുവനും കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, എത്തിക്കേണ്ടവരിലൊക്കെ എത്തിക്കുക. ഇതൊരു ചർച്ചയാവട്ടെ. ഇത് തീർച്ചയായിട്ടും സംഭവിക്കാതെ പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.